സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇലക്ട്രിക്കലിലെ ചെറിയൊരു കണ്ടൻറ്റ്, ചെറിയൊരു ടിപ്സാണ് പറയുന്നത്. പലരും പറയുന്ന കേസാണ് കോൺക്രീറ്റിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രിക്കൽ പൈപ്പ് ഇടുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു ഫാനിന് മാത്രം ഇടാം, അതുപോലെ സർക്യൂട്ടിനോ അങ്ങനെ കാര്യമൊന്നും അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് എന്താണ് ഇലക്ട്രിക്കൽ വല്ല ലാഭമൊന്നും ഇല്ല എന്ന് പറയുന്നേക്കാം. ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ഒരു സൈറ്റിൽ ഇവിടെ കോൺക്രീറ്റിലൊക്കെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ കോൺക്രീറ്റിൽ 2 ഡ്രോപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഒന്ന് ഫാനിൽ നിന്ന് വരുന്നതാണ്. ഫാനിന് വേണ്ടിയിട്ട് ഒരു പോയിൻ്റ് അവിടെ ഹൂക്ക് ഉണ്ട്, അതുപോലെ ഒരു ജംഗ്ഷൻ ബോക്സ് ഉണ്ട്. അവിടെ നിന്നാണ് ഒരു പൈപ്പ് ഇങ്ങോട്ട് ഇട്ടിട്ടുള്ളത്. തൊട്ടടുത്തുള്ള ഒരു പൈപ്പ് കൂടി ഉണ്ട്, അത് നേരെ DB-യിലേക്കാണ് പോകുന്നത്. അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ DB എന്നുള്ള സർക്യൂട്ട് ഡയറക്റ്റ് ഈ റൂമിലേക്ക് നമുക്ക് കോൺക്രീറ്റിന് മുമ്പിൽ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൈപ്പ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടുള്ള ലാഭം നമുക്ക് വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ DB ഈ റൂമിൽ നിന്ന് ഏകദേശം ഒരു 25 മീറ്റർ ദൂരത്താണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഡ്യൂട്ടിങ് ചെയ്യാനും ലൈൻ ചെയ്യാനൊക്കെ ഒരുപാട് ലാഭമാണ് ആ കാര്യത്തിൽ. ഇതുപോലെ നമുക്ക് DB വരെ ഒരുപാട് 20 മീറ്ററോളം ദൂരത്തിൽ നമുക്ക് ചിപ്പ് ചെയ്തിട്ട് പൈപ്പ് അടിക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു പൈപ്പ് കോൺക്രീറ്റിന് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം വർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് കോൺക്രീറ്റിൽ തന്നെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ വയറും നമുക്ക് വളരെ കുറക്കാൻ പറ്റും. ഒരു 20 മീറ്റർ DB ദൂരമുള്ളിടത്ത് ഒരു 25 മീറ്റർ നമുക്ക് വയർ വേണ്ടിയിട്ടുള്ളൂ. മറ്റേത് നമുക്ക് ഈ പാസേജിലൂടെ ഫുള്ളായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ നേരെ ആ ഒരു സ്വിച്ച് ബോർഡിന് ത്രൂ ഔട്ട് അടിച്ചിട്ട് ഈ ഒരു ഏരിയയിലൂടെ ഫുള്ളായിട്ട് നമുക്ക് പൈപ്പ് അടിച്ചിട്ട് കൊണ്ടുപോകും. അതല്ലെങ്കിൽ കേബിൾ ട്രേ ഉപയോഗിച്ച് നമുക്ക് സർക്യൂട്ട് DB വരെ നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. അപ്പോൾ ഇതെന്താ, നമ്മൾ ആദ്യം തന്നെ കോൺക്രീറ്റിൽ പൈപ്പ് ഇട്ടത് കൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ വയറും മതി, അതുപോലെ ലേബർ ചാർജ്, അതുപോലെ മെറ്റീരിയലൊക്കെ കുറച്ച് മതി. മാത്രമല്ല നല്ല കറക്റ്റായിട്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇലക്ട്രിക്കൽ വയറിങ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇതുകൊണ്ട് ടോട്ടൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കോസ്റ്റ് നമുക്ക് കുറക്കാൻ കഴിയും ഇത്തരത്തിൽ പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പലരും ഇതുകൊണ്ടുള്ള ലാഭമില്ല അങ്ങനെയൊക്കെ വെറുതെ ഓരോന്ന് പറയുന്നുണ്ട്. പലരും അതുപോലെ വിളിച്ച് ചോദിക്കലൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒരു കാരണം തന്നെ കണ്ടോ. ഈ ഒരു ഏരിയയിൽ നമ്മൾ സാധാരണ മറ്റുള്ളവരൊക്കെ ഈ പൈപ്പ് അടിച്ച് കൊണ്ടുപോകില്ല. അപ്പോൾ ആ ഒരു വേസ്റ്റേജ് നമുക്ക് ഒഴിവാക്കാം ഇതുപോലെ നമുക്ക് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ സുഹൃത്തുക്കൾ, നിങ്ങൾ ഈ വീടിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ കോൺക്രീറ്റിന് മുമ്പ് തന്നെ ഇലക്ട്രിക്കലിൻ്റെ പൈപ്പ് മാക്സിമം ഇടാൻ തന്നെ ശ്രമിക്കാം. ഫാനിന് മാത്രമല്ല ലൈറ്റ് പോയിൻറ്റിനും അതുപോലെ DB എവിടെയാണോ ഫിക്സ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലാക്കിയിട്ട് എല്ലാ റൂമിൽ നിന്നും ഓരോ പൈപ്പ് സെപ്പറേറ്റ് DB-യിലേക്ക് എത്തിച്ചാൽ സർക്യൂട്ടിൻ്റെ വയറും ആ ഒരു കോൺഡ്യൂട്ടിലോട്ട് തന്നെ നമുക്ക് ഫുൾ ചെയ്യാൻ കഴിയും, വയർ വലിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറക്കാൻ കഴിയും. ഇലക്ട്രിക്കൽ വർക്കിൽ ഏകദേശം ഒരു 10,000 രൂപേൻ്റെ ഒരു കോസ്റ്റ് നമുക്ക് അതിന് ലാഭിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യം വീട് പുതുതായി വെക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു.